ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മളിങ്ങനെ പോകുന്നുണ്ടല്ലേ? എവിടേക്കാണ് പോകുന്നതെന്നല്ലേ? നമ്മൾ ചാവക്കാട് പോകാൻ വേണ്ടിയിട്ട് ബസ്സിൽ കയറിയപ്പോൾ കിച്ചു എന്തൊക്കെയോ ഇങ്ങനെ സംസാരിക്കാൻ വരുന്നുണ്ട് കേട്ടോ. അവളൊരു ലേസ് വാങ്ങിയിട്ടുണ്ടായി. പൊതുവേ ഞാൻ ലേസ് വാങ്ങിച്ചു കൊടുക്കാറില്ല. ഇന്ന് രാവിലെ തന്നെ മൂഡ് കളയണ്ടെന്ന് വിചാരിച്ചിട്ട് വാങ്ങിക്കൊടുത്തതാണ്. അപ്പോൾ അത് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയാവോ? നിങ്ങൾ ഈ ലേസ് കഴിച്ചിട്ടുണ്ടോ എന്നല്ല ചോദിക്കുന്നത്. ഇതത്ര വലിയ കുഴപ്പമില്ല എന്നെല്ലാം പറഞ്ഞിട്ടാണ് അത് വാങ്ങിച്ചത്. അപ്പോൾ നമ്മൾ നേരെ ബസ്സിൽ കിഴക്കേ നടയിൽ നിന്ന് കയറിയിട്ട് പടിഞ്ഞാറേ നട വഴിയാണ് ചാവക്കാടേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ എന്തിനാണ് പോകുന്നതെന്ന് വെച്ചാൽ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുന്നതാണ്. അപ്പോൾ ബസ് ഇറങ്ങി നമ്മൾ കുറേ നടക്കാനുണ്ട്. ചാവക്കാട് ബസ് സ്റ്റാൻഡിൽ നിന്ന് അത്യാവശ്യം നല്ല ദൂരമുണ്ട് ഹോസ്പിറ്റലിലേക്ക്. നമ്മൾ കുറച്ച് ദൂരമേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് നടക്കാൻ ഇറങ്ങിയതാണ്. പക്ഷെ നല്ല ദൂരം ഉണ്ടായിരുന്നു, നല്ല വെയിലും ഉണ്ടായി. അതുകൊണ്ട് ആകെ ടയേർഡായിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയത്. ഹോസ്പിറ്റലിൽ അവിടുന്ന് ഒ പിയിൽ പോയി ടിക്കറ്റ് എടുത്തു. എന്നിട്ട് ഡോക്ടറെ കണ്ടിട്ട് വേണം ഇഞ്ചക്ഷൻ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഡോക്ടറെ വെയിറ്റ് ചെയ്തിട്ട് കുറച്ച് സമയം അവിടെ ഇരുന്നു. അപ്പോൾ ഒരു കുഞ്ഞു കുട്ടി അവിടെ നിന്ന് ഇങ്ങനെ ഓടിച്ചാടി കളിക്കുന്നുണ്ടായിരുന്നു. പൊതുവെ ഒരു കാര്യം പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ, ഹോസ്പിറ്റലിൽ വരുമ്പോൾ മാക്സിമം വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കുട്ടികളെ വീട്ടിൽ തന്നെ ആക്കിയിട്ട് വരുന്നതാണ് സേഫ്. എന്താ പറഞ്ഞാൽ, ഗവൺമെൻറ് ഹോസ്പിറ്റലാകുമ്പോൾ പല അസുഖമുള്ള ആൾക്കാരും അവിടെ ഉണ്ടാവും. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഹോസ്പിറ്റലിൽ. ഡോക്ടറെ അടുത്തെല്ലാം അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. എന്നാലും നമ്മൾ വേഗം ഡോക്ടർ പരിശോധിച്ച് ഇഞ്ചക്ഷൻ വെച്ചിട്ട് നമ്മൾ വേഗം പുറത്തിറങ്ങിയപ്പോൾ കിച്ചു കുറച്ച് ദിവസമായിട്ട് പറയുന്നുണ്ട് ചാവക്കാട് പോയാൽ എന്തായാലും പാർക്കിൽ പോകണമെന്ന്. അപ്പോൾ പാർക്കിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ വരുന്ന വഴിയിലുണ്ടല്ലോ ഒരു ദേവീയുടെ അമ്പലമുണ്ട്, കോഴിക്കുളങ്ങര ദേവീ ക്ഷേത്രം എന്നാണ് ആ ക്ഷേത്രത്തിൻ്റെ പേര്. ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. അപ്പോൾ അവിടെ എന്തോ പരിപാടി കഴിഞ്ഞിട്ട് അവിടെ സ്റ്റേജും കാര്യങ്ങളും അമ്പലത്തിൽ എന്തൊക്കെയോ ആഘോഷങ്ങളൊക്കെ വരുന്ന വഴിയിലിങ്ങനെ കണ്ടു കേട്ടോ. ഇത് നമ്മൾ നേരെ ബീച്ചിൽ വന്നപ്പോൾ കിച്ചുവിന് ഭയങ്കര സന്തോഷമായി. കിച്ചുവിൻ്റെ സന്തോഷം കാണാൻ വേണ്ടിയിട്ടാണ് ഒന്നാമത് ബീച്ചിലേക്ക് വന്നത്. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ, അവിടെ ഐസ്ക്രീം കണ്ടപ്പോൾ കുട്ടിക്ക് ഐസ്ക്രീം വേണം. അങ്ങനെ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു. അവൾ വാങ്ങിച്ചത് ഇതാണ് ബ്ലൂബെറി ഐസ്ക്രീം. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞേരം ബീച്ചിൽ ഇവർ വരാൻ പറയുന്നത് തന്നെ ഇങ്ങനെയുള്ള ഐറ്റംസ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. പാനിപൂരി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ വേണ്ട, പൊതുവേ ഇങ്ങനെയുള്ള സ്ഥലത്തുനിന്ന് ഞാൻ വാങ്ങിച്ചു കൊടുക്കാറില്ല. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത സംഭവമാണ്. പക്ഷേ അതും കൂടി വാങ്ങിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഇവർ സ്വഭാവം മാറാൻ ചാൻസ് ഉണ്ട്. കിച്ചുവിൻ്റെ സ്വഭാവം ഏത് നേരം എങ്ങനെയാണെന്നൊന്നും പറയാൻ കഴിയില്ല. അപ്പോൾ തൽക്കാലം വാങ്ങിച്ചു കൊടുത്തു. തീരെ ഇഷ്ടമില്ലെങ്കിലും വാങ്ങിച്ചു കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഉപ്പിലിട്ട മാങ്ങ അങ്ങനെയുള്ള സംഭവങ്ങൾ കണ്ടു. അത് പിന്നെ നമ്മളെ ഒരു വികാരമാണല്ലോ, ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്കയൊക്കെ കാണുമ്പോൾ. അപ്പോൾ അവിടെ നിന്ന് പൈനാപ്പിൾ ഉപ്പിലിട്ടതും മാങ്ങ ഉപ്പിലിട്ടതും വാങ്ങിച്ച് അവർ കഴിച്ചു. അതിന് ശേഷം ആണ് നമ്മൾ കടലിൻ്റെ അടുത്തേക്ക് പോയത്. നല്ല വെയിലായിരുന്നു. വെയിലത്ത് കടലിലേക്ക് ഇറങ്ങാൻ തന്നെ ഒരു മടിയായിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പോൾ കടൽ വരെ നമ്മൾ ചെറുതിലേക്ക് ഇട്ട് വളർന്നൊരു കാര്യമുണ്ട്. കടൽ കാണാൻ പോയ കടലമ്മ നമ്മളെ കാല് നനക്കണം എന്ന്, കടലിൻ്റെ വെള്ളം നമ്മളെ കാലിൽ കൊള്ളണം എന്നാണ്. അല്ലെങ്കിൽ കടലമ്മ കോപിക്കുന്നല്ലാന്ന് പണ്ടത്തെ ഒരു നമ്മളെ അറിയാത്ത പ്രായത്തിൽ എന്തൊക്കെയോ കേട്ടു. അതെല്ലാം വിശ്വസിച്ചു. ഇന്നും അതൊക്കെ പിന്തുടരുന്നു. കളിയാക്കല്ലേ ഗൈസ്. അപ്പോൾ അത് കഴിഞ്ഞ് കിച്ചു ഡാൻസൊക്കെ ആയി. അതിനിടയ്ക്ക് നമ്മളില്ലേ കടലിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ പരശുരാമനോട് തോറ്റ കടലേ വാന്ന് എഴുതി വെക്കും. അപ്പോൾ കടൽ വന്നിട്ട് തിര വന്നിട്ട് അത് നമ്മൾ എത്ര ദൂരം എഴുതിയാലും അത് മായ്ച്ചിട്ടുണ്ട് കേട്ടോ. അതിലെന്താ കാര്യം എന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ അതെല്ലാം ഒരു കളി പോലെ നമ്മൾ ഇന്നും അങ്ങനെ ചെയ്യും കേട്ടോ. കിച്ചു ആണെങ്കിൽ അവിടെ മണ്ണ് കണ്ടേരം മണ്ണപ്പം ചുട്ടിട്ടും മറ്റേ എന്തെല്ലോ കളി കളിക്കുന്നുണ്ട്. പിന്നെ ഓളെ ചേച്ചി പറഞ്ഞു കളിച്ചോട്ടെ സാരമില്ല. പക്ഷേ നമ്മൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ കിച്ചുവിന് ഗോലി സോഡ കുടിക്കണം എന്നായി. അങ്ങനെ ഗോലി സോഡ ചോദിച്ചപ്പോൾ അവിടെ ഇല്ല. അപ്പോൾ അവിടെ നിന്ന് എന്തോ കടലയോ അങ്ങനെ എന്തോ വാങ്ങിച്ച് ഒരു കുപ്പി വെള്ളവും വാങ്ങിച്ച് നേരെ വീട്ടിലേക്ക് വരുന്ന വഴിയിൽ കുറച്ച് അത്യാവശ്യം വീട്ടിലേക്ക് സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് സാധനങ്ങൾ വെജിറ്റബിൾസൊക്കെ വാങ്ങിച്ച്
നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വരുമ്പോഴും നമ്മൾ നടന്നിട്ട് തന്നെയാണ് വന്നത്. എന്താ പറഞ്ഞാൽ നടന്ന് വരുമ്പോൾ കുറേ എന്തെങ്കിലും കാഴ്ചകളൊക്കെ കാണാം, വീഡിയോ ഒക്കെ എടുക്കാമെന്നെല്ലാം പറഞ്ഞിട്ട് നടന്നിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. തിരിച്ച് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സപ്പോർട്ട് ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ ഇത് ടാറ്റാ, ബൈ ബൈ.